വെൽക്കം ടു ഏഗൾ ലേണിംഗ്. എൻ്റെ എല്ലാ മക്കൾക്കും ഏഗളിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പൊ നമ്മൾ ഓണപ്പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണല്ലേ. നല്ല മാർക്ക് വാങ്ങി നല്ല ഉഷാറായിട്ട് നമുക്ക് ഈ ഒരു ഓണപ്പരീക്ഷയെ വരവേൽക്കണം. അപ്പം ഓണപ്പരീക്ഷയുടെ മുന്നൊരുക്കമായിട്ട് നമ്മൾ വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എങ്ങനെയാണ് നമ്മളൊരു ഉപന്യാസം എഴുതേണ്ടത് എന്നതിനെ കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ധാരണ നിങ്ങൾക്ക് തരികയാണ്. അതുപോലെ തന്നെ നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു ഉപന്യാസം നമുക്ക് നോക്കാം, ഒരു മോഡൽ നമുക്ക് നോക്കാം. നിങ്ങളുടെ 8ാം ക്ലാസ്സിലെ മലയാളത്തിൽ വരാൻ സാധ്യതയുള്ള ഒരു മോഡൽ കൂടെ, അതിൻ്റെ കൂടെ തന്നെ ഉപന്യാസം എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുകൂടെ മിസ് പറഞ്ഞുതരാം. അപ്പം നമുക്ക് എങ്ങനെ ചെയ്യാം? ഇവിടെ ഒരു ചോദ്യം നോക്കിയേ. പ്രത്യാശയാണ് എല്ലാവരുടെയും ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ചാലക ശക്തി. പാഠഭാഗങ്ങൾ ആസ്പദമാക്കി ഈ പ്രസ്താവന വിലയിരുത്തി ലഘുപന്യാസം തയ്യാറാക്കുക. അതിപ്പോ നിങ്ങളുടെ അടിസ്ഥാന പാഠാവലി ആണെങ്കിലും കേരള പാഠാവലി ആണെങ്കിലും ഒക്കെ എന്താണ് ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ സ്നേഹബന്ധം ഇതിനെയൊക്കെ കുറിച്ച് നിങ്ങളുടെ അടുത്ത് ഒരു ഉപന്യാസം തയ്യാറാക്കാൻ പറഞ്ഞാൽ ആദ്യം ഉപന്യാസത്തിന് നിങ്ങൾ ആലോചിക്കണം 6 മാർക്കിന്റെ ചോദ്യമാണ്. എത്രയാണ്? 6 മാർക്കാണ് ഈ ചോദ്യത്തിന് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പൊ വെറുതെ നമുക്ക് കിട്ടില്ല. അപ്പൊ ആദ്യത്തെ 1 മാർക്ക് കിടക്കുന്നത് എവിടെയാ? തലക്കെട്ടിലാണ് അല്ലെ. നല്ല തലക്കെട്ട് നിങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ ക്വസ്റ്റ്യനിലുള്ള തലക്കെട്ട് നിങ്ങൾ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. രണ്ടാമത് എന്തിനാ നമുക്ക് മാർക്ക്? ആമുഖത്തിനാണ്. ആമുഖം നമ്മൾ പഠിച്ച പാഠത്തിന്റെ ആമുഖമാണോ എഴുതേണ്ടത്? അല്ല, ഇവിടെ പ്രത്യാശയാണ് വിഷയം. അതുപോലെ തന്നെ സ്നേഹബന്ധങ്ങൾ അല്ലെങ്കിൽ ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ, ഇങ്ങനെ എന്താണോ ചോദ്യത്തിൽ പറയുന്നത് അതിന് ഇമ്പോർട്ടന്റ് വെച്ചുകൊണ്ട് വേണം നമ്മൾ എന്ത് എഴുതാൻ വേണ്ടിയിട്ട് അല്ലെ, ആ ഇൻട്രൊഡക്ഷൻ ആമുഖം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് രണ്ടാമത് വരുന്നത് ആമുഖമാണ്. ഇനി മൂന്നാമത് എന്താടാ? മൂന്നാമത് നമുക്ക് വരുന്നത് മക്കളെ ഗണ്ണിക, പാരഗ്രാഫ്. ഈ പാരഗ്രാഫ് തിരിച്ച് നമ്മുടെ വിഷയത്തെ നമ്മൾ വിശദീകരിക്കണം. ഇപ്പൊ ഇവിടെ പറഞ്ഞത് പ്രത്യാശയാണെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള പാഠത്തിലുള്ളത് കാര്യങ്ങള്, അതുപോലെ തന്നെ നമുക്ക് അറിയുന്ന മറ്റ് പുസ്തകങ്ങളിലുള്ള കാര്യങ്ങൾ, സമൂഹത്തിലുള്ള കാര്യങ്ങൾ, അങ്ങനെ അത് നമ്മൾ മിനിമം നമുക്ക് ആമുഖം, ഗണ്ണിക, ഒരു 2 ഗണ്ണികയൊക്കെ അടക്കം ഒരു 3 പാരഗ്രാഫ് നിങ്ങളുടെ ഉപന്യാസത്തിന് ഉണ്ടായിരിക്കണം. മിനിമം 3 പാരഗ്രാഫ് എങ്കിലും നിങ്ങളുടെ എന്തിനുണ്ടായിരിക്കണം? ഉപന്യാസത്തിന് ഉണ്ടായിരിക്കണം. ഇനി നാലാമത് വരുന്ന കാര്യം എന്താണ്? അതാണ് ഉപസംഹാരം. എന്താണ് ഉപസംഹാരം? ഈ ഉപസംഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺക്ലൂഷൻ ആണ്. അതിനെ ഒന്ന് നമ്മൾ ക്രോഡീകരിച്ച് എഴുതുക. അതിൽ നിന്ന് നമുക്ക് എന്താണ് പറയാനുള്ളത്, ഈ ഒരു വിഷയത്തിൽ നമുക്ക് എന്താണ് പറയാനുള്ളത് അല്ലെ. പ്രതീക്ഷ മുന്നോട്ട് വെച്ച് ജീവിച്ചാലേ ജീവിതത്തിൽ നമുക്ക് നന്മ കൈവരൂ, അല്ലെങ്കിൽ ജീവിതം എന്ന് വെച്ച് പറയുന്നത് സുഖ ദുഃഖ സമ്മിശ്രമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദുഃഖങ്ങൾ വരുമ്പോൾ തളർന്നു പോകാതെ പ്രതീക്ഷയും പ്രത്യാശയും കൈമുതലാക്കി വെച്ചുകൊണ്ട് മുന്നോട്ട് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ശോഭനമായിട്ടുള്ള അല്ലെങ്കിൽ സുന്ദരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ അവസാനിപ്പിക്കാം. മനസ്സിലായോ? അപ്പൊ ഇതായിരിക്കണം നിങ്ങളുടെ ഉപന്യാസത്തിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിലായല്ലോ? തലക്കെട്ട് ഉണ്ടായിരിക്കണം, ആമുഖം ഉണ്ടായിരിക്കണം, ഗണ്ണികയിൽ നിങ്ങൾ പഠിച്ച പാഠം, അതുപോലെ തന്നെ ചോദ്യത്തിൽ തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊണ്ടുവേണം ഗണ്ണിക നിങ്ങൾ കോട്സുകൾ. ഉപന്യാസമാണ്, ഉപന്യാസത്തിൽ സാഹിത്യഭാഷ ഉപയോഗിക്കാം. മുഖപ്രസംഗത്തിൽ അതൊരു പത്ര വാർത്തയുടെ രീതിയിലായിരിക്കണം എഴുതേണ്ടത്. ഉപന്യാസത്തിൽ സാഹിത്യ ഭാഷകൾ, കോട്സുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതിക്കൊണ്ട് വേണം ഉപന്യാസം തയ്യാറാക്കാൻ. ഇവിടെ നമുക്ക് ഈ ഒരു ചോദ്യത്തിന് എങ്ങനെ ഉപന്യാസം തയ്യാറാക്കാമെന്ന് നോക്കാം. ഇപ്പൊ പ്രത്യാശയാണ് കരുത്ത് എന്ന് പറഞ്ഞൊരു തലക്കെട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഏതൊരാളുടെയും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ചാലകശക്തി പ്രത്യാശ തന്നെയാണ്. ജീവിതത്തിന്റെയും പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാന ശിലയാണത്. തുടർച്ചയായ പരാജയത്തിൽ പോലും ജീവനം നിലനിർത്തിയത് പ്രത്യാശയാണെന്ന് പരാജയങ്ങളെ കടന്ന് വിജയം നേടിയ വളരെ പേർ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ കാലത്തിൽ നിന്ന് ഊർജം നേടി പുതുവർഷത്തെ വരവേൽക്കുന്നവരാണ് നാം. അതുപോലെ തന്നെ കഷ്ടപ്പാടുകൾ അവസാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് നിരന്തരമായി കർമ്മം ചെയ്യുന്നവരുമുണ്ട്. പ്രത്യാശയോടെ ബുദ്ധിപൂർവം ചിന്തിച്ച് സുഖദുഃഖങ്ങളെ നേരിടണമെന്ന അറിവ് ഏതൊരാൾക്കും അത്യന്താപേക്ഷിതമാണ്. പോയ കാലത്തിന്റെ നേട്ടങ്ങളും കോട്ടങ്ങളും വിവേകത്തോടെ വിലയിരുത്തി പുതുവർഷം നേട്ടങ്ങളുടേതാണെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നത്.
ക്ലേശങ്ങളിൽപ്പെട്ട് വിഷമിക്കുമ്പോഴും നല്ല കാലം ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഏതൊരാളെയും ജീവിപ്പിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നല്ലൊരു ആമുഖം, ഇത് തന്നെ നിങ്ങൾക്ക് കൺക്ലൂഷനിലും ഒന്നുകൂടി ക്രോഡീകരിച്ച് എഴുതാം. എന്നിട്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ള പാഠങ്ങൾ, പുതുവർഷം ഇവിടെയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ആ വാഴവെട്ടുണ്ട്, പിന്നെ എണ്ണ നിറച്ച കരണ്ടി ഉണ്ട്. അപ്പം നമ്മൾ പഠിച്ചത് ഇതൊന്ന് പാരഗ്രാഫ് ആക്കുക, അതൊക്കെ നെക്സ്റ്റ് പാരഗ്രാഫ് മുതൽ എഴുതുക. അങ്ങനെ പാരഗ്രാഫ് ആക്കി തിരിച്ച് അവസാനം ഇതൊക്കെ കൂടെ ഒന്നുകൂടെ ക്രോഡീകരിച്ച് ഉപസംഹാരം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായി, ഉപന്യാസമായി. അപ്പോൾ ഉപന്യാസം എഴുതേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോയില്ലല്ലോ. മാക്സിമം എല്ലാവരിലേക്ക് എത്തുക, എല്ലാവരും പഠിക്കട്ടെ, നിങ്ങൾ എല്ലാവരും നല്ല കുട്ടികളായിട്ട് വളരട്ടെ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.